സുരേഷ് ഗോപിയെ പൊളിച്ചെടുക്കുന്ന മൂവർ സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ടത്. കേന്ദ്ര സഹമന്ത്രിയായി പാർലമെന്റിന്റെ കസേരയിൽ നെഞ്ചും വിരിച്ചിരിക്കുന്നത് കണ്ടാൽ തോന്നും പഴയ രഞ്ജി പണിക്കർ സിനിമയിലെ നായക കഥാപാത്രമാണെന്ന്. അതുകൊണ്ടുകൂടിയാണല്ലോ രാഷ്ട്രീയ നിരീക്ഷകർ ഇയാൾ കേന്ദ്രമന്ത്രിയായിട്ടും സിനിമാ കൊട്ടകയിൽ നിന്ന് ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ പറയാനുള്ള കാര്യം അതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം പാർലമെന്റിനെ ഇളക്കി മറിച്ചുകൊണ്ട് കേരളത്തിലെ എംപിമാർ ആശാ വർക്കർമാർക്ക് പിന്തുണ നൽകിക്കൊണ്ട് സംസാരിച്ചിരുന്നു. തരൂർ തുടക്കമിട്ട് KC വേണുഗോപാൽ ഏറ്റുപിടിച്ച് ഷാഫി പറമ്പിൽ സവിസ്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതേറ്റുപിടിച്ച് കേരളത്തിന്റെ മുൻ MP രാഹുൽ ഗാന്ധി ആശമാർക്ക് വേതനം കൂട്ടിക്കൊടുത്തേ പറ്റൂ എന്ന് അടിവരയിട്ട് പറഞ്ഞപ്പോൾ കേന്ദ്രത്തിന് ഒരു രക്ഷയുമുണ്ടായില്ല. അപ്പോഴും കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ ഒരേ ഇരിപ്പാണ്. എന്നാൽ പാർലമെന്റിൽ മൂവർ സംഘം നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി JP നദ്ദ എന്ന കേന്ദ്രമന്ത്രി ഇതേ പാർലമെന്റിൽ രാഹുലിനും കേരളത്തിനും ഒരു ഉറപ്പ് നൽകി. ആശമാർക്ക് വേതനം കൂട്ടും എന്നതായിരുന്നു അത്. ഇതോടെ കേട്ട പാതി കേൾക്കാത്ത പാതി കൊടിവച്ച കാറിൽ നേരെ തിരുവനന്തപുരത്തെ ആശമാരുടെ സമരപ്പന്തലിലേക്ക് സുരേഷ് ഗോപി വലിയ വായിൽ സ്വന്തമായിട്ട് തള്ളി തുടങ്ങി. പിന്നീട് ഫോട്ടോ എടുക്കുന്നു. വരുന്ന ചാനലുകാർ കാണാൻ പാകത്തിന് ആശമാരോടൊപ്പം നിന്ന് കാര്യങ്ങൾ പറയുന്നു. എല്ലാം തൻ്റെ കഴിവാക്കി കാണിച്ച് സ്വയം ഒരു എട്ടുകാലി മമ്മൂഞ്ഞായി മാറുന്ന സുരേഷ് ഗോപിയെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് തരൂരും KCയും ഷാഫി പറമ്പിലുമൊക്കെ തൊണ്ട കീറി പലയാവർത്തി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആശമാർക്ക് കേന്ദ്രം കൂട്ടി നൽകിയ വേതനത്തിൻ്റെ ക്രെഡിറ്റ് ഒറ്റ രാത്രി കൊണ്ട് അടിച്ചെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി. അല്ലാതെ സുരേഷ് ഗോപിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് കേരള ജനതയ്ക്ക് മാത്രമല്ല അങ്ങ് കേന്ദ്രത്തിലിരിക്കുന്ന BJP മേലാളന്മാർക്കും അറിയാം. ഈ കാര്യം ഇന്ന് പത്രക്കാർക്ക് മുമ്പിൽ തുറന്നു പറയുന്നുണ്ട് ജോൺ ബ്രിട്ടാസ്. സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാമ്പോ കഴമ്പോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ BJP നേതാക്കളോട് ചോദിക്കുക. ഉദാഹരണം അദ്ദേഹം നിവേദനം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റിന് കൊടുക്ക്, എനിക്ക് അതിനുള്ള സമയമില്ല എന്നൊക്കെ പറയണേ. അവര് തന്നെ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിക്ക് അപ്പൊ വേറൊരു പണിയില്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു പണിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അടിവരയിടുകയല്ലേ ചെയ്തത്. ആശാ വർക്കറെ സംബന്ധിച്ച് ഇന്നലെ JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പൊതിഞ്ഞ സംസാരിച്ചത്. എന്താ പറഞ്ഞേ? യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അദ്ദേഹം തന്നെ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ പോരെ? യഥാർത്ഥത്തില് കുടിശ്ശിക എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് കേരള സർക്കാർ പ്രതിപാദിച്ചിട്ടുണ്ട്. BJPയിലെ പല മന്ത്രിമാരും പറയാറുണ്ട് സുരേഷ് ഗോപി പറയുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്ന്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി കൊണ്ടുചെല്ലുന്ന വിഷയത്തെയൊന്നും അവർ ഗൗരവമായി കാണാത്തത് എന്ന്. അദ്ദേഹം തൻ്റെ സ്വന്തം സുഹൃത്താണ് എന്ന് ചേർത്ത് വെച്ചുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. പക്ഷേ അപ്പോഴും സുരേഷ് ഗോപി അന്നദാനം നടത്തി ഉന്നത കുലജാതനാകുന്ന തിരക്കിലായിരുന്നു.